എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും കാത്തുപാലിക്കുമെന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും കാത്തുപാലിക്കുമെന്നെ നിത്യം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത് വചനം. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനവരത്തിനായി പ്രാർത്ഥിക്കട്ടെ എന്നോർമ്മപ്പെടുത്തുന്ന വചനമാണ്. അന്യഭാഷ സംസാരിക്കുന്നത് സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങളും ആശയങ്ങളും ഈ ലോകത്ത് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കാറുണ്ട്. പൗലോസിൻ്റെ കാലഘട്ടത്തിലും ഈ വിധത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ അധ്യായത്തിനുള്ളിൽ പൗലോസ് വ്യക്തമാക്കുകയാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകൾ ഈ അധ്യായത്തിനുള്ളിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, ദൈവത്തോട് ആത്മീക മർമ്മങ്ങളെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പൗലോസ് പറയുകയാണ്, അന്യഭാഷയിൽ സംസാരിക്കുന്നവരുള്ളപ്പോൾ അവിടെ വ്യാഖ്യാനിപ്പാൻ പ്രാപ്തരായ വ്യാഖ്യാന വരം പ്രാപിച്ചിട്ടുള്ള ആളുകളുടെ ആവശ്യകത ഉണ്ട് എന്നുകൂടി പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ഏത് സ്ഥലത്തു വച്ചും വ്യക്തിപരമായി ഒരു മനുഷ്യന് ദൈവത്തോട് സംസാരിക്കുവാൻ അർഹതയുണ്ടെന്നും അത് വിലക്കുവാനോ അതിനെ തടയുവാനോ ആരെയും അനുവദിച്ചിട്ടില്ലെന്നും പൗലോസ് ഓർപ്പിക്കുമ്പോൾ തന്നെ ചില മേഖലകളിൽ അന്യഭാഷ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും അത് അനാവശ്യമായ കാര്യമായി തീരുമെന്നും ചിന്തിപ്പിക്കുന്ന വചനങ്ങളും കാണുവാൻ സാധിക്കുന്നുണ്ട്. 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ വാക്യങ്ങൾ വരുമ്പോൾ പരസ്പരം സ്നേഹിപ്പാനായിട്ട് കഴിയാത്തവർ അടുത്തടുത്തിരുന്നു കൊണ്ട് അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ജനത്തെ സംബന്ധിച്ച് അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയില്ല. അതുകൊണ്ട് സ്നേഹമില്ലാത്ത ഇടത്ത് അന്യഭാഷ ഒഴിവാക്കുവാൻ ഓർപ്പിക്കുന്നുണ്ട്. വ്യാഖ്യാനിക്കുവാൻ ആരുമില്ലാത്തതായ സഭായോഗങ്ങളിൽ അന്യഭാഷയുടെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിപ്പാൻ 5-ാമത് വചനത്തിനകത്ത് ഓർപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിത്യജീവിതത്തിൻ്റെ ഭാഗമായി ഓർത്തിരിക്കേണ്ട ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ, സത്യങ്ങൾ, അത് ഉപദേശ വിശകലനമായി പഠിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ അന്യഭാഷയുടെ ആവശ്യകതയും നിങ്ങൾ ശ്രദ്ധിപ്പാൻ ഓർപ്പിക്കുന്നുണ്ട്. ഭക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതായ ഘട്ടങ്ങളിൽ അന്യഭാഷയുടെ ആവശ്യകത എന്തിന് എന്ന് 16-17 വാക്യത്തിനുള്ളിലും പൗലോസ് ഓർമ്മപ്പെടുത്തി ഉണർത്തുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തോട് സംസാരിക്കുന്നവൻ തൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ടെന്നും ആ തലത്തിൽ സംസാരിക്കണമെന്നും 23, 24, 25 വചനത്തിലും ഓർപ്പിക്കുന്നുണ്ട്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അന്യഭാഷയിൽ സംസാരിക്കേണ്ട എന്നല്ല, അപ്പോൾ തന്നെ
വ്യാഖ്യാന വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായി നിങ്ങൾ തീരണമെന്നുകൂടി ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ആ വ്യാഖ്യാന വരത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അത് പ്രാപിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ദൈവത്തോട് നിരന്തരം സംസാരിക്കുന്നവരായി തീരുകയും അപ്പോൾ തന്നെ വ്യാഖ്യാന വരങ്ങൾ ഉള്ളവരായി ഞങ്ങൾ തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദൈവസഭകൾ ആത്മീക വർധനവിലേക്ക് കടന്നു വരേണ്ടതിന് വ്യക്തിപരമായി ദൈവത്തോട് സംസാരിക്കുന്നവരും ആ ദൈവത്തോട് സംസാരിക്കുന്ന മർമ്മങ്ങൾ വ്യക്തമായി വ്യാഖ്യാനിപ്പാൻ തക്ക തലത്തിലുള്ള അഭിഷേകമുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കണമേ. അത്ഭുതം കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.